നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് പ്രോബ്ലംസ് ആയിരുന്നു ചെയ്തിരുന്നത്. ഇത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആകെ ബയോട്ട് സവാർട്ട്സ് ലോ നമ്മൾ ഓൺലി ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ പറയാം. ദാറ്റ് മീൻസ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതും അതിൻ്റെ പ്രോബ്ലംസ് ചെയ്തതാണ്. അതായത് ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് വയർ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഫൈനൈറ്റ് കേസ് ഇതായിരിക്കും, ഒരു പോളിഗൺ എന്തായിരിക്കും, and from the equation of that polygon we can limit that equation for a circle. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചിരുന്നു. പല ടൈപ്പിലുള്ള ലൈൻ, അതായത് ലൈൻ ഒരു സൈഡിലേക്ക് ഇൻഫൈനൈറ്റ് ലെങ്ത് ഉണ്ടെങ്കിൽ ലൈനിൽ നിന്നൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലുള്ള ഫീൽഡ് എന്താണ്, എലോങ് ദ ലൈൻ എന്തായിരിക്കും ഫീൽഡ്. ഇത്തരം റിസൾട്ടുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യാവുന്ന മറ്റു കുറച്ച് അധികം പല ഷേപ്പിലുള്ള വയറുകൾ കാരണമുള്ള ഫീൽഡാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഓൾസോ നമ്മൾ അതിൻ്റെ കൂടെ ചെയ്തത് ഒരു രണ്ട് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സിനിടയ്ക്കുള്ള ഫോഴ്സ്. ഈ ഫോഴ്സ് എന്താണ്, രണ്ടും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ അട്രാക്റ്റീവ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ നേരത്തെ എക്സ്പെരിമെൻ്റലി പറഞ്ഞിരുന്നു. പക്ഷേ അത് ബയോട്ട് സവാർട്ട്സ് ലോയിൽ നിന്ന് കിട്ടിയ റിസൾട്ട് നമ്മളുടെ എക്സ്പെരിമെൻറ്റുമായിട്ട് കമ്പാറ്റബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാണ് നമ്മൾ ലാസ്റ്റ് അതും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ബയോട്ട് സവാർട്ട്സ് ലോയുടെ ഒരു ആപ്ലിക്കേഷൻ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിനി അനദർ ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ ഓഫ് ദ ബയോട്ട് സവാർട്ട്സ് ലോ, ദാറ്റ് ഈസ് ദ ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ ലൂപ്പ് ഓഫ് വയർ. ഓക്കെ, ഒരു സർക്കുലർ ലൂപ്പ് ഓഫ് വയർ കാരണമുള്ള ഫീൽഡ് എന്താണെന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ന്. ഓക്കെ, വിച്ച് ക്യാരീസ് എ കറണ്ട് ഐ സിംപ്ലി. ഓക്കെ, അപ്പോൾ ഇതാണ്, അതായത് ദാറ്റ് ഈസ് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ ലൂപ്പ് ഓഫ് വയർ ആൻഡ് അറ്റ് എ പോയിന്റ് in Z above the center of the wire. ഓക്കെ, ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഇമാജിൻ ദിസ് ഈസ് അവർ, ആക്ച്വലി ഇത് നമ്മൾ പ്ലസ് ടുവിന് സെയിം ഡെറിവേഷൻ ചെയ്തിട്ടുള്ളതാണ്. അതേ ഡെറിവേഷൻ തന്നെ, വ്യത്യാസമൊന്നുമില്ല. അപ്പം നമുക്ക് ഇതാണ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ആൻഡ് എ കറണ്ട് ഐ ഫ്ലോസ് ത്രൂ ഇറ്റ്. ഇനി ഇതാണ് അതിൻ്റെ സെൻറ്റർ. അപ്പം സെൻറ്ററിൽ നിന്ന് നമുക്ക് ഒരു ഇസഡ് ഡിസ്റ്റൻസ് എബവ് ഉള്ളൊരു പോയിൻ്റ് വേണം. ലെറ്റ് ദിസ് പോയിൻ്റ് ബി ദാറ്റ്. ഓക്കെ, നമുക്കങ്ങനെ ഒരു പോയിൻ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പം ഇതാണ് നമ്മളുടെ ഇതെന്ന് പറയുന്നത്, ഇസഡ് എന്ന് പറയുന്ന ഒരു ഇസഡ് ഡിസ്റ്റൻസിലാണെന്ന് വിചാരിക്കുക, ഇസഡ് എബവ്. ആൻഡ് ലെറ്റ് ദ റേഡിയസ് ഓഫ് ദിസ് വയർ ബി, അല്ലെങ്കിൽ ഈ സർക്കുലർ ലൂപ്പിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് റേഡിയസ് സെപ്പറേറ്റ് എഴുതാം. റേഡിയസ് ഈസ് ഈക്വൽ ടു സം എ എന്ന് വിചാരിച്ചു. ലെറ്റ് ഇറ്റ് ബി എ. ഓക്കെ, അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, നമുക്ക് ഇവിടെയാണ് നമ്മളുടെ ഫീൽഡ് പോയിൻ്റ്. ഓക്കെ, ഈ പോയിൻറ്റിലെ ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫീൽഡ് അറ്റ് ബി. അപ്പോൾ ഫീൽഡ് അറ്റ് ബി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂഷ്വൽ രീതിയിൽ ചെയ്യാനാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, വി ഹാവ് ടു ഫൈൻഡ് എൻ എലമെൻറ്റ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ലൈൻ എലമെൻറ്റ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഒരു ഡി എൽ ലൈൻ എലമെൻറ്റ് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് ആ ലൈൻ എലമെൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത്, കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിൽ നമ്മളൊരു ഡി എൽ എന്ന് പറയുന്ന ഒരു ലൈൻ എലമെൻറ്റ് എടുത്തു. ഓക്കെ, ഡി എല്ലിന് ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ ഉണ്ട്. വി നോ ദാറ്റ് ഡി എല്ലിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യും, ഇങ്ങനെ കറങ്ങി വരുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ്, ഒരു ഫിക്സഡ് ഡയറക്ഷൻ അല്ല ഡി എല്ലിൻ്റെ. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നമ്മളിപ്പോൾ തൽക്കാലം കൺസിഡർ ചെയ്യേണ്ട. നമുക്ക് ആദ്യം അത്രയും പാർട്ട് കാരണമുള്ള ഫീൽഡ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ആ ഫീൽഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വി കോൾ ഇറ്റ് ആസ് ഡി ബി എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. ദാറ്റ് ഈസ് ദ ഇൻഫിനിറ്റെസിമൽ ഫീൽഡ് ഡ്യൂ ടു ദാറ്റ് ഇൻഫിനിറ്റെസിമൽ ലൈൻ എലമെൻറ്റ് ഡി എൽ. ഓക്കെ, പിന്നെ ടോട്ടൽ ഫീൽഡ് കണ്ടുപിടിക്കാൻ ഈ ഡി ബിയെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിയാവും. ഇങ്ങനെയാണ് നമ്മൾ എവിടെയും ചെയ്തത്. നമ്മൾ കൂളംസ് ലോയിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡിലേക്ക് എത്തുമ്പോൾ ആകെ ഒരു ക്യു ഇയുടെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. എഫ് ഈസ് ഈക്വൽ ടു ക്യു ഇ. അപ്പോൾ നമ്മളിത് ഉപയോഗിച്ച് കുറേ തരത്തിലുള്ള ഷേപ്പുകളുടെ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. അതേപോലെ തന്നെയാണ് ഇതും പോകുന്നത്. ഓക്കെ, ഏതാണ്ട് അതേ മോഡൽ തന്നെയാണ് ഇത് നമ്മൾ പഠിച്ചു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം.
അപ്പോൾ നമുക്കറിയാം dB is equal to mu0/4 pi mu0 I, okay, by 4 pi, where I is the current flowing through that line element, mu0 I by 4 pi into dl cross r, okay, r നമുക്കൊന്നുകൂടെ നോക്കാം എന്താണെന്നുള്ളത്, r by r square എന്ന്. ഇതാണ് നമ്മളുടെ എന്ത് ബയോട്ട് സവാർട്ട്സ് ലോ എന്ന് പറയുന്നത്. നമുക്ക് ഇതാണ് ബയോട്ട് സവാർട്ട് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ബയോട്ട് സവാർട്ട് ലോയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ ആൻസറായി. അപ്പം അതെടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ആർ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പം ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബയോട്ട് സവാർട്ട് ലോ പറഞ്ഞപ്പോൾ ഇങ്ങനൊരു ലൈൻ അല്ലെങ്കിൽ ഇങ്ങനൊരു ലൂപ്പ് ഉണ്ടെങ്കിൽ ആ ലൂപ്പിൻ്റെ ഒരു ലൈൻ എലമെൻറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? വി ക്യാൻ കോൾ ഇറ്റ് ആസ് ദ സോഴ്സ്. നമ്മൾ നേരത്തെയും വിളിച്ചിട്ടുള്ള അങ്ങനെയാണ്. ആൻഡ് ഇവിടെ ഒരു പോയിൻറ്റ് പി ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ദ ഫീൽഡ് പോയിൻറ്റ്. ഓക്കെ, സോഴ്സിൽ നിന്ന് ഫീൽഡിലേക്ക് വരയ്ക്കുന്ന വെക്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വി കോൾ ഇറ്റ് ആസ് ദ സെപ്പറേഷൻ വെക്ടർ. സോഴ്സിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സെപ്പറേഷൻ വെക്ടർ അല്ലെങ്കിൽ ആർ എന്നൊക്കെ വിളിച്ചിട്ടുള്ളത്. നമ്മുടെ ഗ്രിഫിത്തിൻ്റെ നൊട്ടേഷനകത്ത് കേളി ആർ എഴുതിക്കൊണ്ടിരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് തന്നെ, അതേ ആർ തന്നെയാണ്. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം? വി ഹാവ് ടു ഡ്രോ ഇറ്റ് ഫ്രം ദ സോഴ്സ് ടു ദ ഫീൽഡ് പോയിൻറ്റ്. ഓക്കെ, അപ്പം അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ് us draw that field vector. So this will be that. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഈ വരച്ച എക്സാക്ട്ലി കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ എന്ത് ദിസ് ഈസ് കോൾഡ് ദ ഫീൽഡ് വെക്ടർ എന്ന് പറയുന്ന സെപ്പറേഷൻ വെക്ടർ എന്ന് പറയുന്ന ആർ എന്ന് പറയുന്ന വെക്ടർ ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം അസ്യൂം ചെയ്താൽ, ഓക്കെ, ലെറ്റ് ദിസ് ബി ദ ഒറിജിൻ. ഓക്കെ, ഇത് ഇസഡ് ആണ്. എനിക്ക് ഈ ഡിസ്റ്റൻസിനെ ഞാൻ സം ആർ ഡയറക്ഷൻ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന എ ആണല്ലോ. നമുക്കിവിടെ ആക്ച്വലി ഡയറക്ഷൻ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഓക്കെ, എനിവേ ഇവിടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഞാൻ ആ വെക്ടറിനെയും കൂടെ മാർക്ക് ചെയ്യുന്നു. ലെറ്റ് മീ മാർക്ക് ഇറ്റ് വിത്ത് സം അതർ കളർ. ഓക്കെ, ഓക്കെ, അപ്പം ആ ഗ്രീനിൽ കാണുന്നതാണ് എന്ത് നമ്മുടെ അടുത്ത ഈ എ എന്ന് പറയുന്ന റേഡിയസ് വരുന്ന വെക്ടർ. ഓക്കെ, അപ്പം ദിസ് ഈസ് എ, ദാറ്റ് ഈസ് ദ റേഡിയസ് വെക്ടർ എന്ന് ഞാൻ വിളിക്കാം. അതിൻ്റെ ഡയറക്ഷൻ വേണമെങ്കിൽ സം ആർ ക്യാപ്പ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അവിടെ ഇരുന്നോട്ടെ, ആ ഡയറക്ഷൻ എടുക്കാതെ തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇങ്ങോട്ടുള്ള ഒരു വെക്ടർ ഉണ്ട്, ദാറ്റ് ഈസ് കാൾഡ് ദ ഫീൽഡ്. ദിസ് ഈസ് ദ ഫീൽഡ് പോയിൻറ്റ് വെക്ടർ, ദാറ്റ് ഈസ് ദ ഫീൽഡ് വെക്ടർ. ദിസ് ഈസ് ദ സോഴ്സ് വെക്ടർ ആൻഡ് ദിസ് ഈസ് ദ സെപ്പറേഷൻ വെക്ടർ. നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ല. എനിവേ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ സർക്കിളിനകത്ത് നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഇപ്പോൾ വരച്ച ഈ ട്രയാങ്കിൾ, ഓക്കെ, ഈ വൈറ്റ് ലൈൻ, ഗ്രീൻ ലൈൻ ആൻഡ് ദിസ് യെല്ലോ ലൈൻ വരുന്ന ഇതെന്ന് പറഞ്ഞാൽ, ഓക്കെ, ഈ ഒറിജിൻ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ സെൻറ്ററിലാണല്ലോ. ഒറിജിന് നേരെ എബോട്ട് ഉള്ള പോയിൻ്റാണ് പി. ആൻഡ് ഒറിജിൻ്റെ ആ സർക്കിളിൻ്റെ സർക്കിളിൻ്റെ പെരിമീറ്ററിൽ വരുന്ന ഒരു പോയിൻ്റ്, ഒരു പ്ലേസ് ആണ് ഡി എൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? ദിസ് വിൽ ബി എ 90 ഡിഗ്രി ആംഗിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ മൊത്തത്തിൽ എനിക്ക് എന്ത് വിളിക്കാം? ഐ ക്യാൻ കോൾ ഇറ്റ് ആസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വിളിക്കാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഈ ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദിസ് വിൽ ബി ഇസഡ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, റൂട്ട് ഓഫ് ഇസഡ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ആർ സ്ക്വയറിന് പകരം എന്ത് കൊടുക്കാം? വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇസഡ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടുന്നത് ഓക്കെ, ഇനി അതിൻ്റെ ഡയറക്ഷൻ നമുക്കൊന്ന് കണ്ടുപിടിക്കണം. സോ ഞാൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതിയാൽ, ഓക്കെ, വെക്ടർ ആർ ക്യാപ്പ് കളഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം? അതിനെ അതിൻ്റെ ഡയറക്ഷൻ മാഗ്നിറ്റ്യൂഡ് മാത്രമായിട്ട് ഡി ബി എഴുതിയാൽ mu0 I by 4 pi into dl is the length of the line element divided by z square plus a square the whole raised to 1/2 the whole square, that means z square plus a square. ഓക്കെ, അപ്പോൾ ഇതാണ് ഡി ബി എന്ന് പറയുന്ന ഫീൽഡ്. പക്ഷേ ഇത് ഡി ബിയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. സോ വാട്ട് ഈസ് ഇറ്റ്സ് ഡയറക്ഷൻ? അത് നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, ഇത്രയൊന്ന് റേസ് ചെയ്യാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഡയറക്ഷൻ ഓഫ് ദാറ്റ് ഫീൽഡ് എന്ന് പറയുന്നത് ഡി എൽ ക്രോസ് ആർ എന്ന് പറയുന്നതാണ് എന്ത് തരിക? വി ഗെറ്റ് ദ ഡയറക്ഷൻ. ഓക്കെ, ഇതിൻ്റെ ഡയറക്ഷൻ എന്തോ അത് തന്നെയായിരിക്കും എന്ത്? ഡി ബിയുടെ ഡയറക്ഷൻ, ഡി എൽ ക്രോസ് ആർ. അപ്പം ജസ്റ്റ് ഇവിടെ നോക്കുക, ഇവിടെ ഡി എൽ എന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഡി എൽ ഈസ് ദിസ് ഡയറക്ഷൻ.
ഇത് നോക്കുക, ഇത് ആക്ച്വലി ഞാൻ ഈ വരച്ചിരിക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഡി എൽ എന്ന് പറയുന്ന ലൈൻ എലമെൻറ്റിനെ, ഓക്കെ, ലൈൻ എലമെൻറ്റ് എടുക്കുക, അതൊരു ചെറിയ പോയിൻ്റ് ആയിരിക്കും. അവിടെ ഞാൻ വരച്ചിരിക്കുന്ന ഒരു ടാൻജൻ്റ് ആണിത്. ഓക്കെ, അതായത് ഇമാജിൻ ഇവിടെയാണ് ഞാൻ ആ ഡി എല്ലിൻ്റെ ഡയറക്ഷൻ വരയ്ക്കുന്നതെങ്കിൽ ഇങ്ങോട്ടായിരിക്കും, ഇവിടെയാണ് വരയ്ക്കുന്നതെങ്കിൽ ദിസ് വിൽ ബി ടുവേഴ്സ് ഹിയർ. ഓക്കെ, ഇവിടെയാണെങ്കിൽ ഇങ്ങോട്ട്, ഇവിടെയാണെങ്കിൽ ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ മാറി വരുന്ന ഒരു ഡയറക്ഷനാണ് ആരുടേത്, നമ്മുടെ ഡി എല്ലിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഈ പർട്ടിക്കുലർ പോയിന്റിൽ ഞാൻ അത് വരച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, നൗ ഈ ഡി ബി ഏത് പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത്? ഡി ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് എവിടുത്തെയാണ്? ഇറ്റ് ഈസ് അറ്റ് ദിസ് പോയിന്റ്. ഓക്കെ, പി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് ഓക്കെ, അതുകൊണ്ടാണ് ആ ഡിസ്റ്റൻസ് എടുത്തത്. അപ്പോൾ ഡി ബി എന്ന് പറയുന്ന പി എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഡി ബി എന്ന് പറയുന്ന ഫീൽഡിൻ്റെ വാല്യൂ എനിക്ക് കിട്ടി. ഇനി നമ്മൾ ശ്രമിക്കുന്നത് അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഡി എൽ ക്രോസ് ആറിൻ്റെ ഡയറക്ഷൻ വേണം. ഓക്കെ, അപ്പം ഡി എൽ എന്ന് പറയുന്ന വെക്ടർ ഇങ്ങനെ പോകുന്നു, ആർ എന്ന് പറയുന്ന വെക്ടർ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഡി എൽ ക്രോസ് ആറിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഓക്കെ, നമുക്കറിയാം ഒരു വെക്ടർ എ ഉണ്ട്, ഒരു വെക്ടർ ബി ഉണ്ടെങ്കിൽ, എ ആൻഡ് ബി ഉണ്ടെങ്കിൽ എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫിംഗർ കേൾ ചെയ്യുക. അപ്പം ഈ കേസിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഫിംഗർ കേൾ ചെയ്യുന്നൊക്കെ പോട്ടെ, ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എ ക്രോസ് ബി എന്ന് പറയുന്ന വെക്ടർ എന്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കും? വിൽ ബി പെർപെൻഡിക്കുലർ ടു എ ആസ് വെൽ ആസ് പെർപെൻഡിക്കുലർ ടു ബി. അതായത് എയും ബിയും ഉള്ള പ്ലെയിൻ ഏതോ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആരുണ്ടാവുക? എ ക്രോസ് ബി എന്ന് പറയുന്ന വെക്ടർ ഉണ്ടാവുക. ഓക്കെ, അതിനകത്ത് സംശയമില്ലെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, കാരണം അത് ഏരിയയാണ്, ആ ഏരിയയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും അതിന് നോർമലായിട്ടേ പറ്റുള്ളൂ. സോ വെക്ടർ എ ക്രോസ് ബി വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഇൻ വിച്ച് എ ആൻഡ് ബി ലൈസ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഡി എല്ലും ആറും ഏത് പ്ലെയിനിലാണോ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആരുണ്ടാവുക? നമ്മുടെ ഡി എൽ എന്ന് പറയുന്ന നമ്മുടെ ഡി ബി എന്ന് പറയുന്ന വെക്ടർ ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് ഇതാണ് നമ്മളുടെ ഇതാണ് നമ്മുടെ ഡി എൽ എന്ന്. അപ്പോൾ ഡി എൽ ക്രോസ് ആർ എന്ന് പറയുന്നത് ഈ പ്ലെയിൻ, അതായത് ഡി എല്ലും ആറും ഉള്ള ആ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട്. ഓക്കെ, അതായത് അപ്പോൾ അത് എന്തായാലും ഉറപ്പായിട്ട് അത് എന്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കും? ആറിന് പെർപെൻഡിക്കുലർ. സോ ഐ എം ഡ്രോയിങ് എ വെക്ടർ സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ദാറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദിസ് ലൈൻ. ഓക്കെ, അതിനെ നമുക്ക് വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഡി ബി. ഡി ബിയുടെ ഡയറക്ഷൻ ഇതാണ്. ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ബിക്കോസ് ആറും ഞാൻ ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ തോന്നുന്നു. ഞാനത് വേറൊരു സർക്കിളിലും കൂടെ ഞാനൊന്ന് വരച്ച് കാണിക്കാം, എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് വീണ്ടും പോകാം. ഇനി വലിയ കാര്യമൊന്നുമില്ല, ഇനി ജസ്റ്റ് ഇൻ്റഗ്രേഷനൊന്നും ഇതിനകത്തൊന്നും ചെയ്യാനില്ല, വളരെ എളുപ്പമാണത്. നമുക്ക് അതിലേക്ക് പിന്നീട് പോകാം. അവിടെ ഒരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ദാറ്റ് ഈസ് ഇമാജിൻ have circle again. ഓക്കെ, ഞാനെല്ലാം ഡ്രോ ചെയ്യാൻ നോക്കാം. അപ്പം ഇവിടെ ദിസ് ഈസ് ദ സെൻറ്ററിൽ നിന്ന് ഈ വരച്ചിരിക്കുന്ന ഈ പോയിൻറ്റിലെ ഫീൽഡാണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, പി. അപ്പോൾ ആർ എന്ന് പറയുന്നത് എങ്ങനെ വരും? ആർ വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഇതാണല്ലോ ആർ എന്ന് പറയുന്ന വെക്ടർ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഡി എൽ എന്ന് പറയുന്നത് എങ്ങോട്ട് വരയ്ക്കും? ഈ പോയിൻ്റ് ആകുമ്പോൾ ഇതായിരിക്കും ഡി എൽ. അപ്പോൾ ഡി എല്ലിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇറ്റ് ഈസ് ടുവേർഡ്സ് ഹിയർ. ഇതാണ് ഡി എല്ലിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഡി എല്ലും ബിയും കൂടെ വരുന്ന പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ആ പ്ലെയിൻ ഞാൻ ജസ്റ്റ് ഒരു ട്രയാങ്കിളായിട്ടൊന്ന് മാർക്ക് ചെയ്താൽ, ഓക്കെ, ഈ ഒരു ഷെയ്ഡഡ് പ്ലെയിൻ ഉണ്ടല്ലോ, ഒരു സൈഡിലേക്ക് വരും. നിങ്ങൾ നോക്കിയാൽ അതൊരു സൈഡിലായിരിക്കും ഉണ്ടാവുക. ആ സൈഡിലുള്ള പ്ലെയിനാണ് എന്ത്? ഡി എല്ലും ബിയും കൂടെ മേക്ക് ചെയ്യുന്ന. അത് എക്സാക്ട്ലി ആ പാരലോഗ്രാം വരച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, പാരലോഗ്രാം ഞാൻ വരയ്ക്കുന്നില്ല, നമുക്ക് ആ പ്ലെയിൻ മതി. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്ലെയിൻ. നമുക്ക് വേണമെങ്കിൽ അത് വേറൊരിടത്തും കൂടെ വരച്ച് നോക്കാം. ഇവിടെ നമുക്ക് ലെറ്റ് അറ്റ് ദിസ് പോയിന്റ്, ഈ പോയിന്റിൽ നിന്ന് ഇമാജിൻ ചെയ്യുക. സോ ഈ പോയിന്റിൽ ഇമാജിൻ ചെയ്താൽ ദിസ് ഈസ് ദ ആർ. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്കൊരു ഡി എൽ എന്ന് പറയുമ്പം എങ്ങോട്ടാണ്? കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഇതാണ്, അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കണം ഡി എൽ ഉണ്ടാവും. അപ്പോൾ എങ്ങോട്ട് വരും? ദിസ് വിൽ ബി ഡി എൽ എന്ന് പറയുന്ന ലൈൻ എന്ന് പറയുന്നത് എലോങ് ദിസ് ഡയറക്ഷൻ വരും. അപ്പോൾ ഇതാണ് ഡി എൽ, ഇതാണ് ആറ്. സോ ഇത് രണ്ടും കൂടെ വരുന്ന പ്ലെയിൻ എന്ന് പറഞ്ഞാൽ വിൽ ബി സംതിങ്, ഞാൻ ട്രയാങ്കിൾ ഫോമിൽ വരയ്ക്കുന്നതേ ഉള്ളൂ. ആക്ച്വലി ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്കൊരു പാരലോഗ്രാമാണ് കിട്ടേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഒരു പ്ലെയിൻ കിട്ടും. സോ ആ പ്ലെയിൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി സംതിങ്
ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു പ്ലെയിൻ ആയിരിക്കും. ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇവിടെ എന്തുണ്ടാവുക, ഡി ബി ഉണ്ടാവുക. അതേപോലെ ഇവിടെ എങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. ആൻഡ് ഓരോ സ്ഥലത്തും ഇവിടെ എടുത്താൽ എങ്ങോട്ടിരിക്കും, ദിസ് വിൽ ബി ടുവേർഡ്സ് ഹിയർ. അതെനിക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ എങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. അതായത് നമ്മൾ ഇതിപ്പോൾ മൊത്തത്തിലൊരു കോണായിട്ട് നിങ്ങളിതിനെ അങ്ങ് അസ്യൂം ചെയ്താൽ, ഓക്കെ, ഇതിങ്ങനെ എനിക്കൊരു കോണായിട്ട് അങ്ങ് അസ്യൂം ചെയ്യാമല്ലോ. ഇമാജിൻ ദിസ് ആസ് എ കോൺ. ഓക്കെ, കോൺ എന്ന് വെച്ചാൽ ഈ ആറെല്ലാം വരച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഈ ഓരോ കോണിൻ്റെ സൈഡിലും ഇങ്ങനെ ഇങ്ങനെ ഓക്കെ, ഇങ്ങനെ അങ്ങനെ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ എല്ലായിടത്തും ഈ കോണിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഡയറക്ഷനിലായിരിക്കും എന്തുണ്ടാവുക, ഡി ബി എന്ന് പറയുന്ന വെക്റ്റർ ഉണ്ടാവുക. ഓക്കെ, നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ ജിയോമെട്രിക്കലി മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ വെക്റ്റർ ഇക്വേഷനാക്കി മാറ്റാതെ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഡി ബി. ഓക്കെ, അപ്പോൾ ഡി ബി എന്തുകൊണ്ട് ആറിന് പെർപെൻഡിക്കുലറായി എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഈ ഡി എല്ലിനും അത് പെർപെൻഡിക്കുലറാണ്. പക്ഷേ ഡി എൽ എന്ന് പറഞ്ഞാൽ ഏതാണ്, ഈ പർട്ടിക്കുലർ ഡി എല്ലിനാണ്. ഡി എൽ ഇപ്പുറത്ത് കൊണ്ട് വരയ്ക്കുമ്പം ഈ ഡി എല്ലിന് ഇവിടെ ഒരു ഡി എൽ എനിക്ക് എടുക്കാം. ഓക്കെ, ഈ ഡി എല്ലിന് പെർപെൻഡിക്കുലർ, അത് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അല്ലാതെ ഈ മാഗ്നറ്റിക് ഫീൽഡും ഈ ഡി എല്ലും കൂടെ പെർപെൻഡിക്കുലർ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്കൊന്ന് നോക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു വന്നത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഡി എൽ, ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞത് ഇങ്ങനെ നമുക്ക് ഡി എൽ ഓരോന്നോരോന്ന് ഇങ്ങനെ ഡി ബീസ് ഓരോന്നിങ്ങനെ വരച്ച് ഇവിടെ വരച്ചു, ഇവിടെ വരച്ചു, ഇവിടെ വരച്ചു, ഇങ്ങനെ എല്ലാ സൈഡിലും വരച്ചെടുത്തു കഴിഞ്ഞാൽ ആ ഡി ബി എന്തുണ്ടാക്കും, വിൽ മേക്ക് എ സ്മോളർ കോൺ ഹിയർ. അതായത് നമ്മുടെ ഓവറാൾ ഈ പിക്ചർ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ആർ വെക്ടർ. അതേപോലെ ഇവിടെ നമുക്ക് എന്ത് വരയ്ക്കാൻ, വി ക്യാൻ ഡ്രോ എ ഡി ബി. ഡി ബി എക്സാക്ട്ലി ഈ പി എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ് വരിക. ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി താഴോട്ട് മാറ്റി വരച്ചെന്നേ ഉള്ളൂ. ഓക്കെ, ഡി ബി. അപ്പോൾ ഇവിടുന്ന് എല്ലായിടത്തേക്കും ഉണ്ടാവും. സോ ഇവിടെ നമുക്ക് മറ്റൊരു കോൺ വരയ്ക്കാം. ഈ കോണിലായിരിക്കും ആരുണ്ടാവുക, ദർ വിൽ ബി അവർ ഡി. ഓക്കെ, അപ്പം നമുക്ക് ഡി ബി, ഓക്കെ, ആ മാഗ്നറ്റിക് ഫീൽഡുള്ള കോൺ നമുക്ക് കിട്ടി. അപ്പം അതാണിത്. അപ്പോൾ ഇതേപോലെ ഇങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എനിക്ക് വരയ്ക്കാം. അപ്പോൾ അത്രയും ഭാഗത്തിനെ മാത്രം ഒന്ന് എടുത്ത് വരച്ചാൽ, ഓക്കെ, നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം ആ ഫിഗർ. bring that figure. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ബി എന്ന് പറയുന്ന ഫിഗർ. നമ്മുടെ ഫിഗർ ഇതാണ്. അപ്പം ഡി ബി ഇങ്ങോട്ടുണ്ട്. അതേപോലെ എനിക്ക് ഇങ്ങോട്ടൊരു ഡി ബി അസ്യൂം ചെയ്യാം. അങ്ങനെ എല്ലാ ഡയറക്ഷനിലേക്കും ഓരോ ഡി ബി അസ്യൂം ചെയ്താൽ, ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐ ക്യാൻ ഡ്രോ അനദർ കോൺ ഹിയർ. നോക്കട്ടെ, ഡ്രോ ഇറ്റ് ഇൻ വൈറ്റ്. സോ some problem in the question. A second, ഒരു സെക്കൻഡ്. ഓക്കെ, സോ ദിസ് വിൽ ബി ദ കോൺ. ഓക്കെ, നമുക്ക് ഇങ്ങനൊരു കോണായിട്ട് നമുക്കിവിടെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺ കണ്ടല്ലോ, ഈ ഒരു കോണായിരിക്കും നമ്മുടെ ഡി ബി മേക്ക് ചെയ്യുന്ന കോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു കോണിൻ്റെ സൈഡിലായിരിക്കും നമ്മുടെ ഡി ബീസ് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ അസ്യൂം ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ കോണിൽ വരുന്ന എല്ലാ ഡി ബീസും കൂടെ സം ചെയ്താൽ മതി. അത് സം ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ചുകൂടെ ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡ് നോക്കുകയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ആക്സിസിനെ കുറച്ചുകൂടെ നേരെ മുകളിലേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി വി കോൾ ദിസ് ആംഗിൾ ആസ് തീറ്റ. ഈ ആംഗിളിനെ നമ്മൾ തീറ്റ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇത് തീറ്റ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഞാൻ ഇവിടെ ഒരു ലൈൻ കൂടി വരയ്ക്കുന്നു. അതായത് ഇതാണല്ലോ നമ്മുടെ റേഡിയസ്. ഓക്കെ, ഈ റേഡിയസിന് പാരലായിട്ട് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കും. സേ സംതിങ് ലൈക്ക് ദിസ്.
അപ്പോൾ ഇതെല്ലാം കൂടെ ആക്ച്വലി ഇത് ഈ ലൈൻ ഇത് ഇത്രയും, അതായത് DB6 ഈ വരച്ചിരിക്കുന്നത് ഈ ഗ്രീൻ വെക്ടറിൻ്റെ അതേ പാരലായിട്ട് വരുന്ന മറ്റൊരു ലൈനാണ്. ഇതെല്ലാം കൂടെ നമ്മൾ വരച്ചിരിക്കുന്നത് ആക്ച്വലി ഒരു പ്ലെയിനിലാണ്. ഇറ്റ് ഈസ് നോട്ട് ഓൺ ദിസ് ബ്ലാക്ക് ബോർഡ്. ഓക്കെ, ഈ ബ്ലാക്ക് പ്ലെയിൻ നിങ്ങളിവിടെ കാണുന്നുണ്ടോ? ആ പ്ലെയിനിലല്ല അത് നിൽക്കുന്നത്. ഇത് അവിടെ നിന്ന് ബ്ലാക്ക് പ്ലെയിൻ ആയിരുന്നെങ്കിൽ അത് ഇവിടെ വന്നേനെ. അതിനകത്ത് കുറച്ചിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ഓക്കെ, അതായത് ഇത് നിൽക്കുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് ഇതല്ല. ഓക്കെ, ഇങ്ങനെ വരച്ചാൽ ഈ പ്ലെയിൻ അല്ല, മറിച്ച് ഇവിടെ ഒരെണ്ണം വിചാരിച്ചു കഴിഞ്ഞാൽ ഓക്കെ, എനിക്ക് ഇങ്ങനൊരു പ്ലെയിൻ അസ്യൂം ചെയ്യാൻ പറ്റുമല്ലോ. ആ ചരിഞ്ഞുള്ള പ്ലെയിനാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പം ഇത് 90 ഡിഗ്രി ആണ്, ഇത് തീറ്റയാണ്. ആൻഡ് ഈ എക്സാക്ട്ലി ഈ റേഡിയസ് തന്നെയാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റേഡിയസും പാരലാണ്. അപ്പോൾ ഇത് തീറ്റയാണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും? ദിസ് വിൽ ഓൾസോ ബി തീറ്റ. ഓക്കെ, നൗ ഇത് തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ദിസ് വിൽ ബി 90 മൈനസ് തീറ്റ. ഓക്കെ, ഇനി വീണ്ടും നോക്കുക, ഇത് നമ്മുടെ റേഡിയസ് ആണ്. റേഡിയസും നമ്മളുടെ മുകളിലേക്ക് വരച്ചിരിക്കുന്ന ഈ പെർപെൻഡിക്കുലർ മുകളിലേക്കുള്ള ആക്സിസ്, ലെറ്റ് ഇറ്റ് ബി സം ഇസഡ് ആക്സിസ് പോലെ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതും ഈ പെർപെൻഡിക്കുലർ ലൈനും ഈ റേഡിയസും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് മീൻസ് ദിസ് ഈസ് ഓൾസോ 90. അപ്പോൾ ഇത് 90 ആണെങ്കിൽ ഇത് 90 മൈനസ് തീറ്റ ഉണ്ടെങ്കിൽ ഈ കോണിനകത്ത് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ആയിരിക്കും. ഓക്കെ, അതായത് നമ്മളതിനെ ഓക്കെ, ഈ കോണിൻ്റെ ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ആയിരിക്കും. ഓക്കെ, ഞാൻ ഇതിനിടയ്ക്കുള്ളതൊക്കെ മായ്ച്ചു കളയാണ്. ഒന്നുകൂടെ ഞാൻ പറയാൻ വേണമെങ്കിൽ ഓക്കെ, ഇത് തീറ്റയാണ്. ദെൻ ഈ ലൈനും ഓക്കെ, ഈ ലൈനും ലെറ്റ് മീ ഗിവ് സം നെയിം. ഇതിനൊരു M എന്നും ഇതിന് Q എന്നും പേര് കൊടുത്താൽ OMഉം PQവും പാരലാണ്. സോ ദിസ് ആംഗിൾ വിൽ ബി തീറ്റ. ഇത് തീറ്റയാണെന്നുണ്ടെങ്കിൽ ഇനി DBയും ദിസ് Rഉം കൂടെ പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇത് എത്രയാവും? ദിസ് ബിക്കംസ് 90 മൈനസ് തീറ്റ. ഇത് 90 മൈനസ് തീറ്റ ആണെങ്കിൽ PQവും ദിസ് ഈസ് സം ഇസഡ് ആക്സിസ് തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്. സോ ഈ ആംഗിൾ തീറ്റ ആയിട്ട് മാറും. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തീറ്റ ആണെന്ന് മനസ്സിലാക്കുന്നത്. സോ ദിസ് ആംഗിൾ ഈസ് ഓൾസോ തീറ്റ. ഓക്കെ, ഇനി നോക്കുക. ഇനി നമ്മൾ ഈ ഭാഗം മാത്രം നോക്കുക. ഈ DB എന്ന് പറയുന്നത് ഓക്കെ, DB ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ഇസഡ് ആക്സിസ്. അപ്പോൾ മേളിലോട്ടുള്ള ആക്സിസിനെ ഞാൻ അങ്ങ് ഇസഡ് ആക്സിസ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇസഡ് ആക്സിസുമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ DBക്ക് എപ്പോഴും എന്തുണ്ടാവും? അത് ഇവിടെ ആണെങ്കിൽ ഈ DB ആണ് തീറ്റ മേക്ക് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഇത് DB ആണ്, അതേപോലെ ഇങ്ങോട്ട് വരയ്ക്കാൻ DB, അതായത് ഈ കോണിൻ്റെ സർഫസിൽ എവിടെ വേണമെങ്കിലും ഈ കോണിൻ്റെ സർഫസിലാണ് ഈ DBs എല്ലാം വരുന്നത്. അപ്പം എല്ലാ DBയും ഓക്കെ, ഈ വരയ്ക്കുന്ന DB ഇനി ഏത് ലൈൻ എലമെൻറ്റ് കാരണം ഞാൻ DB വരച്ചാലും ആ DB അല്ല, സെമി വെർട്ടെക്സ് ആംഗിളാണ്. ഈ കോണിൻ്റെ സെമി വെർട്ടെക്സ് ആംഗിളായിട്ടാണ് തീറ്റ വരിക. അപ്പം ഏത് DB നിങ്ങൾ സർഫസിൽ വരച്ചാലും എല്ലാ DB എന്ത് ചെയ്യുന്നുണ്ട്? ഓൾ DBs മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദിസ്. ഓക്കെ, അപ്പം ഒരെണ്ണം മാത്രമല്ല, എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ റിസോൾവ് DB, വൺ ഓഫ് ദ കമ്പോണൻറ്റ് ഓഫ് DB ടു ദ ഇസഡ് ആക്സിസ്. അപ്പം DBക്ക് എന്തുണ്ട്? DB ഹാസ് എ ഇസഡ് കമ്പോണൻറ്റ്, ദാറ്റ് ഈസ് DB ഈസ് ഈക്വൽ ടു DBZ എന്ന് ഞാൻ ജസ്റ്റ് കൊടുക്കുന്നു. DBZ ഈസ് ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് DB ഓക്കെ ഇൻറ്റു cos തീറ്റ എന്നെനിക്ക് എഴുതാം. ഓക്കെ, സോ ദിസ് വിൽ ബി ദ കമ്പോണൻറ്റ് ഓഫ് DBZ. ഇറ്റ് ഈസ് അലോങ് ദ ഇസഡ് ഡയറക്ഷൻ. ഓക്കെ, ഇതിനെനിക്ക് ഇസഡ് ഡയറക്ഷൻ കൂടെ കൊടുക്കാം. അപ്പം ഇതാണ് എന്ത്? DB cos തീറ്റ എന്ന് പറയുന്നതായിരിക്കും എങ്ങോട്ടുണ്ടാവുക? ഇസഡ് ഡയറക്ഷനിലുണ്ടാവുക. ഇനി അതേപോലെ തന്നെ എനിക്ക് വേറൊരു കമ്പോണൻറ്റ് കൂടിയുണ്ട്. അപ്പോൾ ഇത് DB ആണെങ്കിൽ ഓക്കെ, ഇസഡ് ഡയറക്ഷനിലേക്ക് ഞാൻ അതിനെ റിസോൾവ് ചെയ്തതാണ് എന്ത്? DB cos തീറ്റ ഇൻറ്റു ഇസഡ് ക്യാപ്. അതേപോലെ ഈ റേഡിയൽ വെക്ടറിൻ്റെ ഡയറക്ഷനിലേക്കും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐ ക്യാൻ റിസോൾവ് ഇറ്റ്. ദാറ്റ് ഈസ് DB സം റേഡിയൽ കമ്പോണൻറ്റ്. ഓക്കെ, റേഡിയൽ എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയാൽ അതെന്തായിരിക്കും? DB സൈൻ തീറ്റ ഇൻറ്റു സം ആർ ക്യാപ്പ്. ഓക്കെ, ആർ ക്യാപ്പ് എന്നോ ആ ഡയറക്ഷൻ എന്തെങ്കിലും ഒരു പേര് കൊടുത്താൽ മതി. സോ അപ്പം ഇനി ഒന്ന് നോക്കുക, ഈ റേഡിയൽ വെക്ടറിനൊരു പ്രശ്നമുണ്ട്. പ്രശ്നമല്ല, എന്താണ്? ഈ DBയുടെ റേഡിയൽ വെക്ടർ ഇങ്ങോട്ടുണ്ട് അല്ലേ? DB R എന്ന് പറയുന്നത് ഇങ്ങോട്ടുണ്ട്. ഇതേപോലെ ഇവിടെ ഞാൻ ഇതിന് നേരെ ഈ ലൈൻ എലമെൻറ്റിന് ഡയമെട്രിക്കലി ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു ലൈൻ എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ
ആ ലൈൻ എലമെൻറ്റ് കാരണം ഉണ്ടാകുന്ന ഡി ബി എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും. ആ ഡി ബി കാരണം ഉണ്ടാകുന്ന റേഡിയൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ വരച്ചിരിക്കുന്ന റേഡിയൽ കമ്പോണൻറ്റിന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ. ഓക്കെ, അപ്പം അതായത് ഇങ്ങോട്ടൊരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അങ്ങോട്ടുണ്ടാവും. അങ്ങനെ എല്ലാ റേഡിയൽ കമ്പോണൻസും കൂടെ എടുത്തു കഴിഞ്ഞാൽ ദ റേഡിയൽ കമ്പോണൻസ് വിൽ സം ടു 0. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ദ സം ഓഫ് ഡി ബി റേഡിയൽ എന്തായിക്കോളും, ദിസ് ബിക്കംസ് 0. ഓക്കെ, അത് പരസ്പരം ക്യാൻസലായി പോകും. ഇനി ആരെ മാത്രം നമ്മൾ സം ചെയ്താൽ മതി, വി ഹാവ് ടു ഓൺലി സം ദ കോസ് കമ്പോണൻസ് ഓർ ദ ഇസഡ് കമ്പോണൻസ്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. സോ നമ്മൾ പറഞ്ഞത് ഈ റേഡിയൽ കമ്പോണൻ്റ് എല്ലാം കൂടെ എന്ത് ചെയ്യും, സം ചെയ്ത് 0 ആവും. ഇനി അതിൻ്റെ ഇസഡ് കമ്പോണൻസ് മാത്രം സം ചെയ്താൽ മതിയാവും. അതായത് ടോട്ടൽ ബി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ഓർ ഡി ബി ഇസഡ് കമ്പോണൻറ്റ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി ബി കോസ് തീറ്റ. Okay, now we know the magnitude of dB. The magnitude of dB is something mu 0 I by 4 pi into dl by z square plus a square. Mu 0 I by 4 pi into dl divided by z square plus a square into cos theta എന്നെനിക്ക് എഴുതാം. Okay, now what is this cos theta? Cos theta നമുക്ക് കണ്ടുപിടിക്കാം. ഇതിൻ്റെ ഇൻ്റഗ്രൽ ആയിരിക്കും നമ്മുടെ ബി എന്ന് പറയുന്നത്. ദെർഫോർ ബി ഈസ് ഈക്വൽ ടു mu 0 I by 4 pi ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എൽ അവിടെ ഇരുന്നോട്ടെ. കോസ് തീറ്റയുടെ വാല്യൂ എന്താണ്, കോസ് തീറ്റ ഈസ് ദ adjacent side is r divided by, so from this triangle cos theta is equal to not r, radius. radius എന്ന് പറയുന്നത് a ആണല്ലോ. It is a, adjacent side a divided by hypotenuse is capital R. അതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, z സ്ക്വയർ പ്ലസ് a സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2. അപ്പോൾ നമുക്ക് അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ദിസ് ബിക്കംസ് a ഡിവൈഡഡ് ബൈ z സ്ക്വയർ പ്ലസ് a സ്ക്വയർ ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ ഈ 1/2 കൂടെ വരുമ്പോൾ അത് ഹോൾ റേസ് ടു 3/2 എന്നാവും. സോ a ഡിവൈഡഡ് ബൈ z സ്ക്വയർ പ്ലസ് a സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 ഇൻറ്റു dl എന്നാവും. ഇനി നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഫോർ ദിസ് പർട്ടിക്കുലർ പ്രോബ്ലം എ ഈസ് എ കോൺസ്റ്റൻറ്റ്. കാരണം എ എന്ന് പറയുന്നത് നമ്മുടെ സർക്കിളിൻ്റെ റേഡിയസ് ആണ്, ഇസഡ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്, ആ പോയിന്റിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ലൈൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നത് എന്താണ്, ഈ ഡി എൽ ഓരോന്ന് മാറി ഓരോ പോയിന്റിലും പോവുക. സോ ഡി എൽ മാറുന്നതനുസരിച്ച്, ഓക്കെ, പല ഡി എൽ എടുക്കുന്നതനുസരിച്ച് മാറാതെ നിൽക്കുന്ന ആൾക്കാരാണ് എന്ത്, എയും ഇസഡും. സോ എനിക്ക് എന്ത് ചെയ്യാം, അതിനെയും മൊത്തത്തിൽ ഇനി പുറത്തെടുക്കാം. സോ mu 0 I by 4 pi ഇൻറ്റു a ഡിവൈഡഡ് ബൈ z സ്ക്വയർ പ്ലസ് a സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 ഇൻ്റഗ്രൽ ഡി എൽ എന്നുള്ള ആൻസറിലേക്ക് ഞാൻ എത്തും. സോ വാട്ട് ഈസ് ഇൻ്റഗ്രൽ ഡി എൽ? ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ഈ ലൈൻ എലമെൻറ്റ്സ് എല്ലാം കൂടെ എടുത്ത് അതിൻ്റെ ലെങ്ത് ആഡ് ചെയ്ത് എന്ത് കിട്ടും, ദാറ്റ് വിൽ ബി ഒബ്വിയസ്ലി 2πr ആയിരിക്കും അല്ലേ. ദിസ് വിൽ ബി ഡി എൽ എന്ന് പറയുന്നത് 2π ഇൻറ്റു റേഡിയസ് ദാറ്റ് ഈസ് എ. ഓക്കെ, അപ്പോൾ അതിന് 2π എന്ന് ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ആൻസർ വിൽ ബി mu 0 I by 4π ഇൻറ്റു 2π. ഓക്കെ, a സ്ക്വയർ ഇൻറ്റു 2π ഡിവൈഡഡ് ബൈ z സ്ക്വയർ പ്ലസ് a സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2. സോ വി ക്യാൻ ക്യാൻസൽ സം pi and 2 and 2. Okay, so mu 0 I by 2 into a square divided by z square plus r square the whole raised to 3/2. So this is the magnetic field due to നമ്മുടെ given coordinate system അനുസരിച്ച് നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ z ക്യാപ്പ് എന്ന് എടുക്കാം. ഓക്കെ, അതായത് ഇങ്ങനെ ഒരു കറണ്ട് ക്യാരിങ് ലൂപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ പോയിൻറ്റിന് നേരെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ആ ഫീൽഡ് എങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടാവും ഉണ്ടാവുക. അതാണ് നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഡയറക്ഷനും എക്സാക്ട്ലി എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഇങ്ങനെ ഈ സെറ്റ് ക്യാപ്പ് എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുക. റൈറ്റ് ഹാൻഡ് റൂളിൽ ഇവിടെ കറണ്ട് പോകുന്ന ലൂപ്പ് ഇതാണ്. ഓക്കെ, അപ്പോൾ ആ കറണ്ട് പോകുന്ന ലൂപ്പിനനുസരിച്ച് നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ ഫിംഗേഴ്സ് കേൾ ചെയ്ത് കഴിഞ്ഞാൽ തമ്പ് അങ്ങോട്ടിരിക്കും, നേരെ മുകളിലേക്കിരിക്കും. സോ ദാറ്റ് വിൽ ബി ദ ഡയറക്ഷൻ. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം പോളിഗണിൻ്റെ കേസിൽ നിന്ന്, അതായത് ഒരു എൻ സൈഡഡ് പോളിഗണിൻ്റെ സെൻറ്ററിലെ ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട്
അതായത് n സൈഡഡ് പോളിഗൺ ആണ് ഈ കാണുന്നത്. വെൻ n ടെൻസ് ടു ഇൻഫിനിറ്റി ദിസ് പോളിഗൺ റെഗുലർ പോളിഗൺ വിൽ ബിക്കം എ സർക്കിൾ. ഓക്കെ, ഈ അപ്രോക്സിമേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഈ സെൻറ്ററിലെ ഫീൽഡ് ബി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ വി ഗോട്ട് ഇറ്റ് ആസ് μ0I/2 ഇൻറ്റു ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. എ ആണെന്നുണ്ടെങ്കിൽ μ0I/2a. ഇത് നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇസഡ് എബവ് ആണ്. ഈ ഇസഡ് 0 ആവുമ്പോൾ ഈ ഫീൽഡ് പോയിൻ്റ് എവിടെ വരും, ഇവിടെ എത്തും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് ഇസഡ് ഈസ് ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷനിലേക്ക് എത്തേണ്ടതാണ്. ലെറ്റ്സ് ചെക്ക് ഇറ്റ്. μ0I/2 ഇൻറ്റു a square, sorry this is not r square, this is a square. Okay, so a square divided by z square 0I, a square this become a cube, so so ഇത് മൊത്തത്തിൽ പോയി, ഇത് a cube a, that is μ0I/2a. so this is the result. Okay, സോ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇതിൻ്റെ ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിക്കാൻ +2 NCERT വളരെ നല്ലതാണ്. +2 NCERT നോക്കിയാൽ മതി. ഓക്കെ, നോ ദിസ് ഈസ് ഇനി നമുക്ക് ബയോട്ട് സവാർട്ട്സ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേറെ കേസസ് ഉണ്ട്. പക്ഷേ ബയോട്ട് സവാർട്ട്സ് ലോ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എല്ലായിടത്തും. പക്ഷേ അതേ സ്ഥാനത്ത് നമുക്കിനി അടുത്ത ആംബിയേഴ്സ് ലോയിലേക്ക് ചെല്ലുമ്പോൾ കുറേ കൂടെ സിമ്പിളായിട്ട് ഈ ഫീൽഡുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബയോട്ട് സവാർട്ട്സ് ലോയുടെ ആപ്ലിക്കേഷൻസ് നമ്മളിവിടെ വെച്ച് നിർത്തുന്നു. ഇനി നമുക്ക് ആംബിയേഴ്സ് ലോയിലേക്കാണ് പോവേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ, ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ കറണ്ട് കാരണമുള്ള ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് we give the heading as straight line currents. ഓക്കെ, നമ്മൾ ആംബിയേഴ്സ് ലോയിലേക്ക് പോവുകയാണ്. ഓക്കെ, കറണ്ട്സ്. ഓക്കെ, അപ്പം നമുക്കറിയാം ഇങ്ങനെ ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് കറണ്ട് ഉണ്ടെങ്കിൽ, ഓക്കെ, ഒരു കറണ്ട് സ്റ്റഡി കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് ചുറ്റും എന്തുണ്ടാവുന്നുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. ഇത് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് ദ ബി. ഓക്കെ, ഇങ്ങനെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും ബിയുടെ ഡയറക്ഷൻ. ഇത് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. ആൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഇസഡ്, ഓക്കെ, ഇവിടെ നിന്ന് ഇസഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എസ് ഡിസ്റ്റൻസ് ആണെങ്കിൽ, ലെറ്റ് ദ ഡിസ്റ്റൻസ് ബി എസ് ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റിലെ ഫീൽഡ് എന്ന് പറയുന്നത് ദാറ്റ് ബി ഈസ് ഈക്വൽ ടു μ0I/2πs എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് എന്ത്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇത് ഡിറൈവ് ചെയ്തെടുത്തിരുന്നു. ഓക്കെ, നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഫിഗറിനെ വേറൊരു രീതിയിൽ വരയ്ക്കുകയാണ്. അതായത് ഇതാണല്ലോ ഇപ്പോൾ നമ്മൾ കാണുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി സം സർക്കിൾസ്. അപ്പോൾ സർക്കിളിന് പകരം ഒരു എലിപ്റ്റിക്കൽ ഫോമിൽ കാണുന്നത് നമ്മളൊരു സൈഡിൽ നിന്ന് നോക്കുന്നുണ്ടാണ്. ഓക്കെ, ഇനി നമ്മൾ എവിടെ നിന്ന് നോക്കുന്നു, കറണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരികയാണല്ലോ. അപ്പം ഈ കറണ്ടിൻ്റെ നേരെ മുകളിൽ നിന്ന്, ഇഫ് യു ലുക്ക് ഫ്രം ഹിയർ, ഓക്കെ, ഒരു ടോപ്പിൽ നിന്ന് നോക്കിയാൽ ഇത് എന്തായിരിക്കും കാണുക എന്നൊന്ന് ആലോചിച്ച് നോക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് എന്തായിരിക്കും, വി വിൽ സീ സംതിങ് ലൈക്ക് ദിസ്. കുറച്ച് കോൺസെൻട്രിക് സർക്കിൾസ് ആയിരിക്കും നമ്മൾ കാണുക, അല്ലേ? വി വിൽ സീ സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, നടുക്കൊരു പോയിൻ്റ് ഉണ്ടാവും ഇങ്ങനെ. ഈ പോയിൻ്റ് എന്താണ്, ദിസ് ഷോസ് ദ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഈ കറണ്ട് എങ്ങോട്ടാണ് വരുന്നത്, ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. ഓക്കെ, അത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. സോ അതായത് ഇറ്റ് ഈസ് ഓൾ പോയിൻറ്റിങ് ടുവേർഡ്സ് യു, നിങ്ങളുടെ മുഖത്തേക്ക് വരുന്ന രീതിയിലാണ് ഈ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നടുക്ക് കാണുന്ന ഈ ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ദ കറണ്ട്. ആൻഡ് ഇത് മാഗ്നറ്റിക് ഫീൽഡാണ്. ഓക്കെ, ഇതിൻ്റെ ടോപ്പ് വ്യൂ. ഓക്കെ, ബോട്ടം വ്യൂ ആണെങ്കിൽ എന്ത് സംഭവിക്കും, ബോട്ടം വ്യൂ ആണെങ്കിൽ നേരെ തിരിച്ചു വരും, കറണ്ട് അങ്ങോട്ട് പോവും. ഓക്കെ, ആൻഡ് ഈ സർക്കിൾസ് എല്ലാം എങ്ങോട്ടാവും, ദിസ് വിൽ ബി സർക്കിൾസ് തന്നെ ആയിരിക്കും, പക്ഷേ സർക്കിൾസിൻ്റെ ഡയറക്ഷൻ മാറും. ഓക്കെ, ഇത് താഴെ നിന്ന്, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാലുള്ള വ്യൂ ആണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ഇതാണ് വരച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. ഇനി എക്സാക്ട്ലി ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾ എന്തായിരിക്കും കാണുക, ഞാൻ വെറുതെ ഒരു രസത്തിന് പറഞ്ഞാണ്. എക്സാക്ട്ലി ഈ ലൈനിന്, ഓക്കെ, പെർപെൻഡിക്കുലറായിട്ട് ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇങ്ങനെ ജസ്റ്റ് 2 ലൈൻ മാത്രമായിരിക്കും. ഓക്കെ, പോട്ടെ. എനിവേ, നമുക്കിപ്പം ഇമ്പോർട്ടൻസ് ഈ വരയ്ക്കുന്ന ആദ്യത്തെ ഫിഗറാണ്. സോ ലെറ്റ് us go to that. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാവും. എന്താണ് ഈ വരച്ചിരിക്കുന്ന സർക്കിൾസ് ആക്ച്വലി എന്താണ്, ബി ആണ്, അല്ലേ? മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ വരച്ചു വെച്ചിരിക്കുന്നത്. ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്.
അപ്പോൾ ബി കാണുമ്പോഴേ നമുക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ നേരത്തെ ആദ്യം വെക്ടർ കാൽക്കുലസ് പഠിച്ചപ്പോൾ ഒരു സാധനം പഠിച്ചിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് കോൾഡ് കേൾ. ഓക്കെ, നമ്മൾ ഡെൽ ക്രോസ് കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന കേൾ എന്ന് പറയുന്നൊരു വെക്ടർ ഫീൽഡിലെ ക്വാണ്ടിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു കേൾ എന്ന് പറഞ്ഞാൽ? കേൾ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു റൊട്ടേഷൻ, ഒരു കേളിംഗ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കേൾ എന്ന് നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ, അതായത് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മളൊരു പമ്പരം, ഒരു പാഡിൽ വീൽ എന്ന് പറയുന്ന സാധനം കൊണ്ടുവച്ചാൽ, ഓക്കെ, ഒരു കൈൻഡ് ഓഫ് വേൾപൂൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇവിടെ. അപ്പം ഒരു പാഡിൽ വീൽ, 4 ലീഫുള്ള ഒരു പാഡിൽ വീല് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ പാഡിൽ വീല് 4 or 3 ലീഫിൻ്റെ ആണെങ്കിൽ കാര്യമില്ല. ഓക്കെ, ഇനിയൊരു പാഡിൽ വീൽ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മളിത് പറയുന്ന ഒരു ലിക്വിഡ് ആണെന്ന് വിചാരിക്കുക. ഒരു ലിക്വിഡിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കൈൻഡ് ഓഫ് ഫ്ലോ കണ്ടു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ലിക്വിഡിൻ്റെ സ്ഥലത്ത് നമ്മൾ അവിടെ കേൾ ഉണ്ടോ എന്നറിയാൻ എന്ത് ചെയ്താൽ മതി, ഒരു പാഡിൽ വീല് കൊണ്ടുവയ്ക്കുക. പാഡിൽ വീല് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദർ ഈസ് എ കേൾ. ഓക്കെ, ഇത് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വെക്ടർ ഫീൽഡിൻ്റെ വീഡിയോസ് കണ്ടാൽ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഇത് കറങ്ങുന്ന ടൈപ്പ് ഒരു സാധനം തന്നെയാണ് ഈ കാണുന്ന ഫീൽഡ്. ദാറ്റ് മീൻസ് ഷുവർലി ഇറ്റ് ഹാവ് എ കേൾ, ഇറ്റ് വുഡ് ഹാവ് എ കേൾ. ഒരു കേൾ ഉണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. ഓക്കെ, എനിവേ നമ്മൾ എന്ത് ചെയ്യുന്നു, കേൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ ഒരു ലൈൻ ഇൻ്റഗ്രൽ, നമ്മൾ കേൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് എക്സാക്ട്ലി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡെൽ ക്രോസ് ബി ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡിന് കേൾ ഉണ്ടോ, ഓക്കെ, ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എത്ര. കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒരു പോസിറ്റീവ് കേൾ ഉള്ളതായിട്ട് തന്നെയാണ്. പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഒരു കേൾ ഉണ്ട്, കേളിനൊരു വാല്യൂ ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് 0. ഓക്കെ, കണ്ടാൽ 0 ആണെന്ന് തോന്നുന്നില്ല. 0 ആവണമെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ പാഡിൽ വീല് കൊണ്ടുവച്ചാൽ കറങ്ങരുത്. അതേപോലെ തന്നെ നിൽക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും ഉണ്ടാവില്ല, കേൾ ഉണ്ടാവില്ല. പക്ഷേ ഇത് കണ്ടാൽ എന്ത് തോന്നുന്നുണ്ട്, കേൾ ഉണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, വാട്ട് ഈസ് ഇറ്റ് വാല്യൂ, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഡയറക്റ്റ്ലി ഡെൽ ക്രോസ് ബി നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യാം. അത് കുറച്ച് ഇവിടെ സ്റ്റെപ്പുകൾ കൂടുതലാണ്, ഇത്തിരി മാത്തമാറ്റിക്കലി കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളത് ചെയ്യുന്നുണ്ട് എനിവേ. പക്ഷേ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നില്ല. പകരം വേറൊരു രീതിയിൽ നമ്മളിതിനെ ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, നമ്മളിവിടെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് പോവാണ്. ആദ്യം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു സർക്കുലർ പാത്ത് കൺസിഡർ ചെയ്യും. അസ്യൂം എ സർക്കുലർ പാത്ത്. ഓക്കെ, ഓർ എൽസ് 1 second. So we draw circle. Sorry. ഓക്കെ, വിചാരിക്കുക ഞാൻ വരച്ചത് ഒരു ചെറിയൊരു സിമെട്രിയുടെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അതിനകത്ത് കാര്യമൊന്നുമില്ല. എനിവേ, ഇതാണ് നമ്മുടെ ഫിഗർ അനുസരിച്ച് ഇവിടെ നമ്മുടെ ഒരു സെൻറ്റർ പോയിൻ്റ് ഉണ്ട്. ഇത് നമ്മുടെ കറണ്ടാണ് കാണിക്കുന്നത്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എല്ലാം മാഗ്നറ്റിക് ഫീൽഡുണ്ട്. ഈ ഗ്രീൻ ലൈൻ വരച്ചിരിക്കുന്നിടത്ത് എന്തുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡുണ്ട്. പക്ഷേ ആ ഗ്രീൻ ലൈനിനെ ഒരു പർട്ടിക്കുലർ പാത്താണെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ അതിനെ ഒരു പർട്ടിക്കുലർ പാത്താണെന്ന് വിളിച്ചു. ആ പാത്തിൽ ഞാൻ എന്ത് ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്, ഐ ആം ഗോയിങ് ടു, ഒരു സർക്കുലർ പാത്താണ്, അതുകൊണ്ട് ഒരു ക്ലോസ്ഡ് പാത്താണെന്ന് കണ്ടാലേ അറിയാം. സോ ഐ ആം ഗോയിങ് ടു കാൽക്കുലേറ്റ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ B.dl along the ഗ്രീൻ സർക്കിൾ. ഓക്കെ, ഞാനിവിടെ ഗ്രീൻ സർക്കിൾ എന്ന് എഴുതുന്നു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു റേഡിയസ് മാർക്ക് ചെയ്യാം. ലെറ്റ് എസ് ബി ഇറ്റ്സ് റേഡിയസ്. ഓക്കെ, എലോങ് ദ സർക്കിൾ ഓഫ് റേഡിയസ് എ. ഓക്കെ, ആർ ഈസ് ഈക്വൽ ടു എയിൽ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, ഇൻ്റഗ്രൽ B.dl കാൽക്കുലേറ്റ് ചെയ്യാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എടുക്കുക, അവിടുത്തെ ബി വാല്യൂ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ബി വാല്യൂ എന്തായിരിക്കും, ദാറ്റ് ബി വാല്യൂ വിൽ ബി ബി ഈസ് ഈക്വൽ ടു μ0 I/2πs. അതെന്താ കാരണം, ഇതൊരു ഈ നടുക്കൂടെ പോകുന്നത് എന്താണ്, ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടറാണ്. അതിൽ നിന്ന് എസ് ഡിസ്റ്റൻസിലുള്ള ഫീൽഡ് എന്ന് പറഞ്ഞാൽ μ0 I/2πs ആണ്. അപ്പം ഈ പോയിന്റിൽ അതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും, ഈ പർട്ടിക്കുലർ പോയിന്റിൽ. ഓക്കെ, നമുക്കറിയാം ആ ഫീൽഡിൻ്റെ ഡയറക്ഷനും എങ്ങനെയാണ്, ഇതേപോലൊരു സർക്കുലർ ഡയറക്ഷനിലാണ് അല്ലേ, അതാണല്ലോ ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഡയറക്ഷൻ ഇങ്ങനെ, ഇവിടുത്തെ ഡയറക്ഷൻ ഇങ്ങനെ, ഇവിടുത്തെ. അപ്പം ഈ സർക്കിളിൻ്റെ ഇവിടുത്തെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. ഇവിടെ വരുമ്പോൾ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഇതാണ്. ഇനി എന്ത് ചെയ്യണം, B.dl ചെയ്യണം.
ഓക്കെ, അപ്പം ബി ഡോട്ട് ഡി എൽ എന്തായിരിക്കും? ഈ പോയിന്റിലെ ബിയുടെ ഡയറക്ഷൻ ഇങ്ങനെ, ഈ ഇവിടുത്തെ ഡി എല്ലിൻ്റെ ഡയറക്ഷൻ എങ്ങനെ തന്നെയാണ്? അതേ ഡയറക്ഷൻ തന്നെയാണ്. ഡി എൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത്രയുള്ളൊരു ലൈൻ എലമെൻറ്റ്, അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, ഇവിടുത്തെ ബിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ട്. സോ സിംപ്ലി പറഞ്ഞാൽ ബി ആൻഡ് ഡി എൽ ഹാസ് സെയിം ഡയറക്ഷൻ. ഓക്കെ, സെയിം ഡയറക്ഷൻ, രണ്ടും ഒരേപോലെ തന്നെ കറങ്ങി വരുന്ന ആളാണ്. അപ്പോൾ ഒരേ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സിംപ്ലി ബി ഡി എൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ബി ഡി എൽ കോസ് തീറ്റ എന്ന് വരും, കോസ് 0 1 ആയി, എന്ന് വെച്ചാൽ രണ്ടും പാരലാണ്. ഓക്കെ, സോ മ്യൂ 0 ഐ ബൈ 2πs ഇൻറ്റു ഡി എൽ എന്നാവും എന്ത്? നമ്മുടെ ബി ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത്. ഇനി ഈ ബി ഡോട്ട് ഡി എല്ലിനെ എടുത്ത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? നമ്മുടെ ഇൻ്റഗ്രലിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 ഐ ബൈ 2πs ഡി എല്ലിൻ്റെ ടോട്ടൽ ഇൻ്റഗ്രൽ. സോ മ്യൂ 0 ഐ ബൈ 2πs എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ മ്യൂ 0 ഐ ബൈ 2πs കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു. ദെൻ ഇൻ്റഗ്രൽ ഡി എൽ നിങ്ങൾക്ക് അറിയാം, ഒരു സർക്കിളിൻ്റെ ഫുൾ പെരിമീറ്റർ ആണ്. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് 2πs. എസ് ആണ് സർക്കിളിൻ്റെ റേഡിയസ്. സോ 2πs എന്ന് എനിക്ക് എഴുതാം. സോ 2πs ആൻഡ് 2πs ഗോട്ട് ക്യാൻസൽഡ്. ദെർഫോർ എനിക്ക് എന്ത് കിട്ടും? ദിസ് ഈസ് ഈക്വൽ ടു മ്യൂ 0 ഐ. സോ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? ഐ ഗോട്ട് ഇറ്റ് ആസ് മ്യൂ 0 ഐ എന്ന് കിട്ടി. ഇനി ഇവിടെ ഒരു കാര്യം സിമ്പിളാണ് ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, അതായത് ഇതെന്താണ്? നമ്മുടെ സർക്കിളിൻ്റെ സർക്കംഫറൻസ് ആണ്. ഇതെന്താണ്? ഫീൽഡിൻ്റെ ഡിപ്പെൻഡൻസ് ആണ്. അതായത് നിങ്ങൾ സർക്കിളിൻ്റെ വലിപ്പം കൂട്ടിയാൽ എന്ത് സംഭവിക്കും? സർക്കംഫറൻസ് കൂടും, പക്ഷേ അതേപോലെ തന്നെ ഡിനോമിനേറ്ററിലെ ഈ വാല്യൂ എന്ത് ചെയ്യും? കൂടാൻ തുടങ്ങും. അല്ലെങ്കിൽ സർക്കംഫറൻസ് കൂടും, മാഗ്നറ്റിക് ഫീൽഡ് കുറയും. സോ ഒന്ന് കൂടുന്നു, ഒന്ന് കുറയുന്നു. സോ സിമ്പിളി എന്ത് സംഭവിക്കും? ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ. ഓക്കെ, ഇത് മൊത്തത്തിൽ എന്ത് ചെയ്യുകയാണ്? പുറത്തേക്ക് നിങ്ങൾ വലിയ, അതായത് ഇതാണ് നമ്മുടെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഒരു ചെറിയ സർക്കിൾ എടുത്താൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലായിരിക്കും, പക്ഷേ അതിൻ്റെ സർക്കംഫറൻസ് കുറവായിരിക്കും. സോ ദേ വിൽ അഗൈൻ ക്യാൻസൽ. ഇനി വലിയൊരു സർക്കിൾ അങ്ങ് എടുത്തു എന്ന് വിചാരിക്കുക. വലിയ സർക്കിൾ എടുക്കുമ്പോൾ സർക്കംഫറൻസ് കൂടി, പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞു. സോ ദേ വിൽ ഗോ ഇൻ പ്രപ്പോർഷൻ. സോ ദേ വിൽ ക്യാൻസൽ ഔട്ട്. സോ വി ഗെറ്റ് ദിസ് ഈസ് ഈക്വൽ ടു മ്യൂ 0 ഐ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വിചാരിച്ചിരിക്കുന്ന, അപ്പം നമുക്ക് ഇവിടെ കിട്ടിയത് എന്തിൻ്റെ കേസിലാണ്? നമ്മളെടുത്ത ആ ക്ലോസ്ഡ് പാത്ത് എന്തിന് അറൗണ്ടായിട്ടായിരുന്നു? നമ്മുടെ നടുക്കൂടെ പോകുന്ന ആ ഒരു ഇൻഫൈനൈറ്റ് ലോങ് കണ്ടക്ടറിന് ചുറ്റും എടുത്തത് ഒരു ക്ലോസ്ഡ് ലൂപ്പാണ്. ആൻഡ് ആ ലൂപ്പിൻ്റെ ഷേപ്പ് എന്തായിരുന്നു? സർക്കിളായിരുന്നു. പക്ഷേ നമ്മൾ ജനറലി പറയുന്നത് അതെന്താവണമെന്ന് നിർബന്ധമില്ല. ഇറ്റ് നീഡ് നോട്ട് ബി എ സർക്കിൾ. ഓക്കെ, വാട്ട് എവർ ബി ദ ഷേപ്പ്. ഓക്കെ, വാട്ട് എവർ ബി ദ ഷേപ്പ്. ഓക്കെ, എന്ന് വെച്ചാൽ എനിക്ക് എന്ത് ചെയ്യാം? ഇതാണ് എൻ്റെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്നുണ്ടെങ്കിൽ, ഇഫ് ഞാൻ ഇങ്ങനെ ഒരു ലൂപ്പ് വരച്ചാലും, പക്ഷേ കണ്ടീഷനുണ്ട്, ദാറ്റ് ഷുഡ് ബി എ ക്ലോസ്ഡ് ലൂപ്പ്. ഇങ്ങനൊരു ക്ലോസ്ഡ് ലൂപ്പിൽ ഒരു വട്ടം ഞാൻ കറങ്ങി വന്നാൽ കിട്ടുന്ന ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് മ്യൂ 0 ഐ തന്നെ ആയിരിക്കും. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇൻഫൈനൈറ്റ് ഇനി നമ്മൾ വീണ്ടും ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് പോവുകയാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ആ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ട് പറയാം. സോ ഇത് നമ്മുടെ ഇൻഫൈനൈറ്റ് ലൂപ്പാണെന്ന്, ഇൻഫൈനൈറ്റ് കണ്ടക്ടറാണ്. ഓക്കെ, ഓഫ് കറണ്ട് ഐ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇതിന് ചുറ്റും എന്തുണ്ട്? നമുക്കൊരു ബി ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ലെറ്റ് us ഇമാജിൻ ദിസ് ഡയറക്ഷൻ ബി ഇസഡ്. ഓക്കെ, ആൻഡ് ഇവിടെ ഞാനൊരു പോയിൻ്റ് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ലെറ്റ് ദിസ് കോർഡിനേറ്റ് ബി എസ്. ഓക്കെ, ആൻഡ് എസ്സിൽ നിന്ന്, അപ്പം ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ ഒരു എക്സ്, അല്ലെങ്കിൽ ഇവിടെ ഞാനൊരു ഈ എസ് ഞാൻ സെറ്റ് ചെയ്യുന്നില്ല, എസ് നമുക്ക് പിന്നീട് സെറ്റ് ചെയ്യാം. ഇത് എക്സ്, ഇത് വൈ, ഇത് ഇസഡ് ഡയറക്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അല്ലെങ്കിൽ എനിക്ക് എവിടെ വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു എന്ന് വിചാരിക്കുക. ഈ പോയിൻറ്റിലേക്കുള്ള ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ ഞാൻ എസ് എന്ന് വിളിക്കുന്നു. ഇത് എക്സ് വൈ പ്ലെയിനിലുണ്ടാക്കുന്ന ഒരു പ്രൊജക്ഷൻ ഉണ്ടാവും. ലെറ്റ് ദിസ് ബി ദാറ്റ് പ്രൊജക്ഷൻ ആൻഡ് ദിസ് ഈസ് ദാറ്റ് ആംഗിൾ ഫൈ. ആൻഡ് എസ് ഫൈ ആൻഡ് ഈ ഹൈറ്റിനെ എനിക്ക് ഇസഡ് എന്ന് വിളിക്കാം. സോ എസ് ഫൈ ഇസഡ് എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ദ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, ഇവിടെ ഫൈ എന്ന് പറയുന്നതാണ് ഇത്. ഫൈ എവിടെ നിന്നാണ് മെഷർ ചെയ്യുന്നത്? എക്സ് ആക്സിസ് ആണ് എൻ്റെ റെഫറൻസ്. ഇവിടെ നിന്ന്, സോ അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്.
ഓക്കെ. അപ്പോൾ ഫൈയുടെ ഡയറക്ഷൻ ആക്ച്വലി എന്താണ്? ഫൈ എന്ന് പറയുന്നത് ഒരു കോർഡിനേറ്റ് ആണ്. അപ്പോൾ ഫൈ ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടറാണ്. ഇറ്റ് ആൾസോ ഹാസ് എ ഡയറക്ഷൻ. അപ്പം ഈ ഫൈയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി എന്താണെന്ന് പറഞ്ഞാൽ, ഇതാണ് എൻ്റെ ലൈൻ എന്നുണ്ടെങ്കിൽ ആ ലൈനിന് ചുറ്റും ഇസഡ് ആക്സസ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഫൈയുടെ ഡയറക്ഷൻ ഇവിടെ ഇങ്ങനെയാണ്, ഫൈ ഇവിടെ ഇങ്ങനെയാണ്, ഫൈ ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ്. ഫൈ എക്സാക്ട്ലി എന്താണ് ചെയ്യുന്നത്? ഇവിടെ നിന്ന് നിങ്ങൾ പോയിൻ്റ് മാറി വരുമ്പോൾ ഇവിടുത്തെ ഫൈയുടെ ഡയറക്ഷൻ ഇങ്ങനെ, ഇവിടുത്തെ ഫൈയുടെ ഡയറക്ഷൻ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ. ഫൈ എക്സാക്ട്ലി ഫൈ ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? എക്സാക്ട്ലി ഒരു കറങ്ങി വരുന്ന വെക്ടറാണ്. ഓക്കെ, ലൈക്ക് എ സർക്കിൾ ഓർ സംതിങ്. ഓക്കെ, നമുക്ക് എന്താണോ ഇവിടെ ഓരോ പോയിൻ്റ് എടുക്കുന്നത് ആ ഓരോ പോയിൻറ്റിലും എന്തുണ്ടാവും? ഫൈയുടെ ഒരു ഇൻക്രീസിങ് ഡയറക്ഷൻ ഉണ്ടാവും. ആ ഇൻക്രീസിങ് ഡയറക്ഷൻ അനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യാം? ഫൈ ക്യാപ്പുകൾ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഫൈ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ എന്തോ അതാണ് ആക്ച്വലി എന്ത്? എൻ്റെ ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അതായത് നിങ്ങൾ ഇതിൻ്റെ വീണ്ടും ഇവിടെ നിന്നൊരു ടോപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇങ്ങനെ ഒരു സർക്കിൾ കാണാൻ പറ്റും. ഓക്കെ, ഈ സർക്കിളിൻ്റെ മുകളിൽ കൂടെ ആയിരിക്കും ഫൈ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ പോകുന്നത്. ഈ പോയിൻറ്റിലെ ഫൈ ക്യാപ്പ് ഇങ്ങോട്ട്, ഈ പോയിൻറ്റിലെ ഫൈ ക്യാപ്പ് ഇങ്ങോട്ട്, ഇതേപോലെ തന്നെയല്ലേ മാഗ്നറ്റിക് ഫീൽഡും പോകുന്നത്. സോ ഇഫ് വി യൂസ് ദ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം, ഓക്കെ, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം, ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ കോൾ ദ ബി ആസ് mu0 I by 2 pi s into which has a direction phi cap. അതായത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിനെ mu0 I by 2 pi s into phi cap എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഇൻ്റഗ്രൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ആണ്. നൗ വാട്ട് ഈസ് ഡി എൽ? ഡി എല്ലിന് നമ്മൾ ജനറലി പറയുന്നത് എന്താണ്? ലൈൻ എലമെൻ്റ് എന്നാണ്. അത് കാർട്ടീഷ്യനിലാണെങ്കിൽ നമ്മൾ എന്തെഴുതാണ്? ഡി എക്സ് ഇൻറ്റു എക്സ് ക്യാപ്പ് പ്ലസ് ഡി വൈ ഇൻറ്റു വൈ ക്യാപ്പ് പ്ലസ് ഡി ഇസഡ് ഇൻറ്റു ഇസഡ് ക്യാപ്പ് എന്ന് നമ്മൾ എഴുതാറുണ്ടായിരുന്നു അല്ലേ. ഇനി ഇതിനെ നമുക്ക് ഓരോ കോർഡിനേറ്റ് സിസ്റ്റത്തിലും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ എഴുതിയിട്ടുണ്ട്. ആ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ ഡി എല്ലിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഇൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഡി എസ് ഇൻറ്റു എസ് ക്യാപ്പ് പ്ലസ് എസ് ഡി ഫൈ ഇൻറ്റു ഫൈ ക്യാപ്പ് പ്ലസ് ഡി ഇസഡ് ഇൻറ്റു ഇസഡ് ക്യാപ്പ്. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ വീഡിയോസ് കണ്ടാൽ മതി, മനസ്സിലാവും. തൽക്കാലം ഈ എക്സ്പ്രഷൻ മാത്രം നോക്കി വെച്ചാൽ. അപ്പോൾ നൗ ബി എന്ന് പറയുന്നത് mu0 I by 2 pi s ഇൻറ്റു ഫൈ ക്യാപ്പാണ്. ഡി എൽ എന്ന് പറയുന്നത് ഡി എസ് എസ് ക്യാപ്പ് എസ് ഡി ഫൈ ഇൻറ്റു ഫൈ ക്യാപ്പ് ഡി ഇസഡ് ഇൻറ്റു ഇസഡ് ക്യാപ്പ്. നൗ വാട്ട് ഈസ് ബി ഡോട്ട് ഡി എൽ? ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ. ഇത് തമ്മിൽ എന്ത് ചെയ്യണം? ഡോട്ട് എടുക്കണം. അപ്പോൾ ഡോട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഫൈ ഡോട്ട് എസ് ക്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എസ് ക്യാപ്പ് ഡോട്ട് വൈ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അല്ലെങ്കിൽ ഐ ഡോട്ട് ജെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അതേപോലെ തന്നെയാണ് ഇത് കാണിക്കുന്നത് എന്താണ്? എക്സും വൈയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, അതായത് ഐ ഡയറക്ഷനും ജെ ഡയറക്ഷനും എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതേപോലെ തന്നെ ഫൈ ക്യാപ്പ് ഡയറക്ഷനും എസ് ക്യാപ്പ് ഡയറക്ഷനും എപ്പോഴും എന്താണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ ഫൈ ക്യാപ്പും ഇസഡ് ക്യാപ്പും എപ്പോഴും എന്താണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. സോ ഈ പ്രോഡക്റ്റും എന്താവും? 0 ആവും. പിന്നെ ആകെ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഫൈ ക്യാപ്പും ഉള്ള പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? mu0 I by 2 pi s ഇൻറ്റു ഫൈ ക്യാപ്പ് ഇതുമായിട്ട് വരുമ്പോൾ എസ് ഡി ഫൈ മാത്രം എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, എസ് ഡി ഫൈ. ഇനി ഞാൻ എന്ത് ചെയ്യണം? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എടുക്കണം. ഇവിടെ ഞാൻ ഇമാജിൻ ചെയ്യുന്ന ഡി എൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓക്കെ നമ്മൾ നേരത്തെ എടുത്തത് എന്തായിരുന്നു? ഒരു സർക്കിളായിരുന്നു. ഇവിടെ ഞാൻ സർക്കിളിന് പകരം എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒരു ആർബിട്രറി ഷേപ്പാണ് എടുക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്. ഓക്കെ, അതിന് ചുറ്റുമുള്ള പാത്താണ് ഇതെന്ന് വിചാരിക്കുക. പാത്ത് എടുത്തത് ഒരു ആർബിട്രറി പാത്താണ്. നമ്മൾ എന്താ ഉദ്ദേശിച്ചത്? സർക്കുലാർ പാത്തിൻ്റെ കേസിൽ അത് mu0 I ആവുമെന്ന് ഓൾറെഡി പറഞ്ഞു. പക്ഷേ ഇനി സർക്കുലാർ പാത്ത് അല്ല, വേറെ എന്തെങ്കിലും ഷേപ്പ് എടുത്താലും അങ്ങനെ തന്നെ വരും എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മൾ ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിലിണ്ടറിക്കൽ കോർഡിനേറ്റിലേക്ക് പോയാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മളതിനെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ കൊണ്ടുവന്നു, എന്നിട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഇനിഷ്യൽ ഡയറക്ഷൻ എന്ന് വിചാരിക്കുക. ദെൻ ഇവിടെ നിന്ന് ഓക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ഫൈ എന്ന് പറയുന്നത് എന്താണ്? ഫൈ ഇതാണ്. ഓക്കെ, ആൻഡ് ഈ പോയിൻ്റ് കറങ്ങി ഇവിടെ വരുമ്പോൾ ഫൈ എന്താവും? ഫൈ ഇത്രയാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഫുൾ സർക്യൂട്ട് ഇതിന് ചുറ്റും വന്നാൽ ഓക്കെ ഇതിന് ചുറ്റും കറങ്ങി ഞാൻ തിരിച്ച് പഴയ പോയിന്റിൽ വന്നാൽ ഫൈയുടെ വാല്യൂ എന്താവും? ഇത്രയാവും. ഫൈ ബിക്കം 0 മുതൽ 2π വരെ നിങ്ങൾ സഞ്ചരിക്കണം. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേഷൻ ഏതിലാണ്? ഡി ഫൈയിലാണ്. ഒരു കംപ്ലീറ്റ് ലൂപ്പ് നിങ്ങൾ കറങ്ങി വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിമിറ്റ് എന്തായിരിക്കണം? ഷുഡ് ബി ഫ്രം 0 to 2π.
എങ്കിലേ എന്താവുള്ളൂ, ഏത് ഷേപ്പോ ആയിക്കോട്ടെ, വാട്ട് എവർ ബി ദ ഷേപ്പ്, നിങ്ങൾ ഇതിന് ചുറ്റും ഒരു പ്രാവശ്യം കറങ്ങിയാൽ അതിൻ്റെ വാല്യൂ 2π തന്നെ ആയിരിക്കും. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ഫൈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡിസ്റ്റൻസ് ഒന്നും പ്രശ്നമില്ല, അതൊരു ആംഗുലാർ വാല്യൂ മാത്രമാണ്. ഓക്കെ, സോ എസ് ആൻഡ് എസ് ഗോട്ട് ക്യാൻസൽഡ്, ദെൻ μ0I/2π ഇൻറ്റു ഇൻ്റഗ്രൽ ഡി ഫൈ എന്തായിരിക്കും 0 to 2π, obviously it is 2π, so അതും ക്യാൻസലായി. സോ അഗെയിൻ വി ഗോട്ട് μ0I. സോ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0I എന്ന് കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾ വിചാരിക്കുക, ഇപ്പം നമ്മളൊരു പാത്ത് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, ഈ പാത്തിനകത്തൂടെ പോകുന്ന ഒരു കറണ്ടിനെയാണ് ഞാൻ ഇപ്പോൾ എടുത്തത് അല്ലേ, ഒരു കറണ്ടിനെ എടുത്തിട്ടാണ് ഞാൻ ഈ റിസൾട്ട് എടുത്തത്, ഒരു I1 ഫ്ലോ എന്ന് വിചാരിക്കുക. ഇനി I1 മാത്രമല്ല, ഇതിനകത്തൂടെ എന്ത് ചെയ്യാം, വേറൊരു കറണ്ട് I2 ഉണ്ടെന്ന് വിചാരിക്കുക, I3 ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഇതിനൊന്ന് ചരിച്ച് വരച്ച് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ക്ലോസ്ഡ് പാത്ത്. ആ പാത്തിനകത്തൂടെ ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, ദെൻ ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറേ അധികം കറണ്ടുകൾ ഇതേ പാത്തിലൂടെ തന്നെ ഫ്ലോ ചെയ്ത് ഇതേ ഒരു ഏരിയ ക്രോസ് ചെയ്ത് ഈ പാത്ത് എൻക്ലോസ് ചെയ്യുന്ന ഒരു ഏരിയയിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ദെൻ അവർ ഇക്വേഷൻ ബിക്കംസ് μ0I ഇൻറ്റു I എൻക്ലോസ്ഡ് എന്നായിട്ട് മാറും. ഓക്കെ, സോ ഇത് ഒരു എക്സ്പ്രഷനാണ്. ഇനി നമുക്കിതിനെ ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്യണം. ഓക്കെ, അപ്പം ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0I എൻക്ലോസ്ഡ്. നൗ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, I എൻക്ലോസ്ഡ് ഓർ I ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ജെ ഡോട്ട് ഡി എ. കറണ്ട് ഡെൻസിറ്റിയുടെ ടൈമിൽ ഇതിനെ എനിക്ക് എന്തെഴുതാം, ജെ ഡോട്ട് ഡി എ എന്ന് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായിരിക്കും, ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു ഇൻ്റഗ്രൽ ജെ ഡോട്ട് ഡി എ എന്നെനിക്ക് എഴുതാം. അപ്പോൾ ഇവിടെ നോക്കുക, റൈറ്റ് സൈഡ് എന്ന് പറയുന്ന ഒരു ഏരിയ ഇൻ്റഗ്രലാണ്, ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്ന ഒരു ലൈൻ ഇൻ്റഗ്രലാണ്. പക്ഷേ ഈ ലൈൻ ഇൻ്റഗ്രലിനെ എനിക്ക് എന്ത് ചെയ്യാം, ഐ ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻറ്റു എ സർഫസ് ഇൻ്റഗ്രൽ. ദറ്റ് ഈസ് ഇതെന്തായി ഡെൽ ക്രോസ് ബി ഡോട്ട് ഡി എ ഇൻ്റഗ്രൽ. സോ ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് ബി ഡോട്ട് ഡി എ ഈസ് ഈക്വൽ ടു μ0 ഇൻ്റഗ്രൽ μ0 കൂടെ അകത്തോട്ട് എടുത്തു μ0 ജെ ഡോട്ട് ഡി എ എന്നെനിക്ക് എഴുതാം. ഓക്കെ, ഇപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും ബോത്ത് എന്തായി, ഒരു ഏരിയ ഇൻ്റഗ്രൽ ഓവർ ആൻ ഏരിയ ആയി. സോ എനിക്ക് എന്ത് ചെയ്യാം, ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ജെ എന്ന് കിട്ടി. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഡെൽ ക്രോസ് ബി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചത്, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റുമുള്ള ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് കറണ്ട് ക്യാരിയിങ് സ്ട്രൈറ്റ് കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു സർക്കുലാർ ഫോമിലാണ് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ സർക്കുലാർ ഫോമിൽ കണ്ടപ്പോൾ തന്നെ നമ്മൾ എന്ത് അസ്യൂം ചെയ്തു, ഇറ്റ് വുഡ് ഹാവ് എ നോൺ സീറോ ആയിട്ടുള്ള കേൾ ഉണ്ടാവും, നോൺ സീറോ കേൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തു. ആ എക്സ്പെക്റ്റ് ചെയ്ത ആളെ നമ്മൾ എന്ത് ചെയ്തു, കണ്ടെത്താൻ ശ്രമിച്ചതാണ്. ഓക്കെ, കണ്ടെത്തി വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വി ഗോട്ട് ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു μ0 ജെ. ഇതിനെ നമ്മൾ ആംപിയേഴ്സ് ലോ എന്ന് വിളിക്കും, പക്ഷേ വിളിക്കാൻ വരട്ടെ, കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ചെയ്തതിനകത്തെ ഒരു എന്താണ് ഒരു ലിമിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ എടുത്തത് എന്താണ്, ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ ചുറ്റുമുള്ള ഫീൽഡ് മാത്രം അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഈ റിസൾട്ടിലെത്തിയത്. ഓക്കെ, ഇനി എല്ലായിടത്തും നമ്മുടെ കണ്ടക്ടർ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ്ലി ലോങ് ഒന്നുമല്ല, ഒരു ഫൈനൈറ്റ് കണ്ടക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി സ്ട്രെയിറ്റ് ആവണമെന്നില്ല, വേറെ എന്തെങ്കിലും ഷേപ്പ് ആവാം, നമ്മൾ ഇന്നലെ കണ്ടതുപോലെയുള്ള സർക്കുലർ ആവാം, പല രീതിയിലുള്ള കണ്ടക്ടേഴ്സ് ഉണ്ടാവാം. ഓക്കെ, അതനുസരിച്ച് ഓക്കെ, അപ്പോൾ അതിനെല്ലാത്തിനും ഇത് ആപ്ലിക്കബിൾ ആണോ? ഓക്കെ, അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ ഈ ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു μ0 ജെ എഴുതി വെച്ചു, ആംപിയേഴ്സ് ലോ കിട്ടി എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ദിസ് ഈസ് നോട്ട് എ ജനറൽ പ്രൂഫ്. ഓക്കെ, ഇതൊരു ജനറൽ പ്രൂഫായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, ഇതേ രീതിയിൽ നമ്മൾ ഡെൽ ഡോട്ട് ടി കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും ഇങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തത്. നിങ്ങൾക്ക് ആ പഴയ ഡെറിവേഷൻ പോയി നോക്കാൻ പറ്റും. നമ്മളൊരു സ്പെഷ്യൽ കേസ് എടുത്തിട്ട് ഡെൽ ഡോട്ട് ടി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഓക്കെ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആ സ്പെഷ്യൽ കേസിൽ മാത്രം എന്നുള്ള രീതിയിൽ അവിടെ നിർത്തി. പിന്നെ നമ്മൾ ജനറൽ ഡെൽ ഡോട്ട് ടി കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ഓക്കെ, അതേ പാറ്റേണിൽ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഡെൽ ക്രോസ് ബി ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്തു, ഡെൽ ക്രോസ് ബി കാൽക്കുലേറ്റ് ചെയ്തു, μ0 ജെ എന്ന് കിട്ടി. സോ ഓക്കെ, പക്ഷേ നമുക്ക് അതുകൊണ്ട് മതിയായില്ല. ജനറലി ഇതിൻ്റെ വാല്യൂ ഡെൽ ക്രോസ് ബി എന്ത് വരും എന്നുള്ളതാണ് നമ്മൾ ഇനി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഡെൽ ക്രോസ് ബി ആസ് വെൽ ആസ് വി ആർ ഓൾസോ കാൽക്കുലേറ്റിംഗ് ഡെൽ ഡോട്ട് ബി, ദറ്റ് ഈസ് ബോത്ത് ഡൈവേർജൻറ്റ്
ആൻഡ് കേൾ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇതേപോലെ നമ്മൾ അവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്തതാണ്, ഡെൽ ഡോട്ട് ഇയും ഡെൽ ക്രോസ് ഇയും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 എന്നും ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു 0 എന്നും കിട്ടിയിരുന്നു. ഇത് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, സ്റ്റാറ്റിക്സ് പോട്ടെ. അതേപോലെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്, ഡെൽ ക്രോസ് ബിയും ഡെൽ ഡോട്ട് ബിയും കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടം വരെ ചെയ്തതിനകത്തെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പ്രശ്നം മീൻസ് ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ജെയിൽ പക്ഷേ അതൊരു സ്പെഷ്യൽ കേസിൽ മാത്രമല്ലേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഡെൽ ക്രോസ് ബി നമ്മൾ എന്ത് ചെയ്യണം, ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ബിയുടെ എക്സ്പ്രഷൻ അറിയാം. എവിടെ നിന്നറിയാം, ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ഐ ബൈ 4 പൈ ഇൻറ്റു ഡി എൽ ക്രോസ് ആർ എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ആർ ക്യാപ് ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ നമ്മുടെ കയ്യിലുണ്ട്. ദാറ്റ് ഈസ് ബയോട്ട് സവാർട്ട്സ് ലോ. ഇതിൻ്റെ ഡെൽ ക്രോസും ഇതിൻ്റെ ഡെൽ ഡോട്ടും എടുത്താൽ മതിയാവും. ഓക്കെ, പക്ഷേ അത് അത്ര എളുപ്പമല്ല. മാത്തമാറ്റിക്കലി കുറച്ച് സ്റ്റെപ്സ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. എനിവേ വി ക്യാൻ അറൈവ് അറ്റ് ദ സെയിം എക്സ്പ്രഷൻ. ഓക്കെ, ഇതേ ലോയിൽ തന്നെ എത്തും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ആക്ച്വൽ ആംപിയേഴ്സ് ലോയുടെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡെൽ ക്രോസ് ബി ഈക്വൽ ടു മ്യൂ 0 ജെ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതൊരു പർട്ടിക്കുലർ കേസിൽ അങ്ങനെ വരും എന്ന് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് ചെയ്യാം. ഓക്കെ.